ഇന്ന് ജീവൻ നഷ്ടപ്പെട്ട ബിന്ദു. ആ ബിന്ദുവിൻ്റെ കുടുംബത്തിൽ ഞങ്ങളുടെ റിപ്പോർട്ടർ പോയി. വസ്ത്രശാലയിലെ തൊഴിലാളിയായിരുന്നു ഈ തലയോലപ്പറമ്പ് ഉമ്മാംകുന്ന് സ്വദേശിയായ ബിന്ദു. ഭർത്താവ് വിശ്രുതൻ നിർമ്മാണ തൊഴിലാളിയാണ്. കൂലിപ്പണിയെടുത്ത് മിച്ചം പിടിച്ച കാശുകൊണ്ട് മക്കളെ എഞ്ചിനീയറിംഗും നഴ്സിംഗും പഠിപ്പിച്ച ഒരു അമ്മയാണ് ഇന്നിപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. പാതി പണി പൂർത്തിയായ ചുമര് തേക്കാത്ത വീട്ടിൽ നിന്ന് ചൊവ്വാഴ്ചയാണ് വിശ്രുതനും ബിന്ദുവും മകൾ നവയുമയുമായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയത്. പ്രതികരണമൊന്ന് കേൾക്കാം. എല്ലാവരോടും പെരുമാറി, ആരോടും ഒരു വഴക്കുമില്ല, ഒന്നുമില്ല. പിള്ളേരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് മോള് നേഴ്സിങ്ങിന് പഠിക്കുന്നു, മോൻ എറണാകുളത്തൊരു പ്രൈവറ്റ് ജോബാണ്. നല്ലൊരു കുട്ടിയാണ്. കഴിഞ്ഞ ദിവസവും ഞാൻ നന്നായിട്ട് വർത്താനം പറഞ്ഞ് ചിരിച്ച് പിരിഞ്ഞതാണ്. ഇപ്പോൾ ഇത് കേട്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. ബിന്ദു മകളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ 2 ദിവസം അഡ്മിറ്റ് ആയതാണ്. ന്യൂറോ സംബന്ധിച്ച ഒരു ചികിത്സയ്ക്ക് വേണ്ടി മെഡിക്കൽ കോളേജിൽ പോയതാണ്. ബിന്ദു ഇവിടെ ആളുകൾക്കെല്ലാം വളരെ പ്രിയപ്പെട്ടതാണ്. മക്കൾ നല്ല മിടുക്കരായി പഠിക്കുന്ന കുട്ടികളാണ്. വല്ലാതെ ഉള്ളിലഞ്ഞു പോയ നിമിഷങ്ങളായിരുന്നു അത്. അർജുൻ മട്ടന്നൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ, വീട്ടിൽ പോകുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ അമ്മ എത്ര ബുദ്ധിമുട്ടിയാണ് ബിന്ദു മക്കളെ പഠിപ്പിച്ചിരുന്നത് എന്നാണ്. താങ്ങാനാവുന്നില്ലല്ലേ ബന്ധുക്കൾക്ക്? ഡോക്ടർ അരുൺകുമാർ, 2 ദിവസം മുൻപാണ് തലയോലപ്പറമ്പ് ഉമ്മാങ്കുന്നിലെ വീട്ടിൽ നിന്നും ബിന്ദു ഭർത്താവിനും മകൾക്കുമൊപ്പം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയത്. മകൾക്ക് ചില ശസ്ത്രക്രിയകൾ നടത്തേണ്ടതുണ്ട്, ന്യൂറോ സംബന്ധമായ അസുഖങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായി അതിന് മുന്നോടിയായുള്ള ചില പരിശോധനകൾക്ക് വേണ്ടിയാണ് ഭർത്താവിനൊപ്പം ബിന്ദു ആശുപത്രിയിലെത്തിയത്. അവിടെ വെച്ചാണ് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ ഒരു ദുരന്തം ബിന്ദുവിന് സംഭവിച്ചത്. തലയോലപ്പറമ്പ് ഉമ്മാങ്കുന്നിലെ വീട് 2 മുറികൾ മാത്രമുള്ള, സിമൻറ്റ് പോലും തേക്കാത്ത ഒരു ചെറിയ വീടാണ്. ആ കുടുംബത്തിലെ പ്രധാന വരുമാന മാർഗമാണ് ബിന്ദു തലയോലപ്പറമ്പിലെ ഒരു സ്വകാര്യ വസനക്കാരി. പിന്നാലെയാണ് മകൻ എറണാകുളത്ത് നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിൽ തുറന്ന് വൈകിട്ടോടുകൂടി ഭർത്താവും മകനും വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. ഈ മരണവാർത്ത അറിഞ്ഞ നിരവധി ആളുകളാണ് ബിന്ദുവിനെ വിവരിക്കുന്നത്. എന്തായാലും മൃതദേഹം ഇപ്പോൾ തൊട്ടടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ രാവിലെ ഏതാണ്ട് 7:30യോടുകൂടി മൃതദേഹം ഈ ഉമ്മാങ്കുന്നിലെ വീട്ടിലേക്ക് എത്തിക്കും. അതിനുശേഷം പൊതുദർശനം ഉണ്ടാകും. ഒരു 11 മണിക്ക് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. വീട്ടുവളപ്പിൽ തന്നെയായിരിക്കും സംസ്കാരം നടക്കുക. അരുൺകുമാർ, വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായി പോയി. ആ അമ്മയ്ക്ക് ഇന്നലെ ഈ സമയം മകളുടെ അടുത്തിരിപ്പുണ്ട്. ന്യൂറോ സർജറിക്ക് വേണ്ടിയിട്ട് വന്നതാണ്. ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഒരു സർക്കാർ കെട്ടിടം തന്നെ തകർന്നു വീണ് അതിൻ്റെ അടിയിൽപ്പെട്ട് മരിക്കുക എന്ന് പറയുന്നത് എത്ര ദുരൂഹമാണല്ലേ. ആ മകളുടെയും അമ്മയുടെയും ഒക്കെ മകൻ്റെയും ഒക്കെ കാര്യമാണ് കഷ്ടം.